ഇന്ന് ലോകത്തിന്റെ എല്ലാ കണ്ണുകളും പശ്ചിമേഷ്യയിലേക്ക് തിരിയുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ നരകമാക്കുമെന്ന് ട്രംപ് ഒരിക്കൽ കൂടി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇസ്രയേലിന്റെ നീക്കം എന്താണെന്ന് തനിക്ക് പറയാനാകില്ല എന്ന് കൂടി ട്രംപ് പറയുമ്പോൾ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉരുത്തിരിയുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബന്ദികളെ വിട്ടു നൽകില്ല എന്ന് പറഞ്ഞിരുന്ന ഹമാസ് മലക്കം മറിയുകയും 3 ബന്ദികളെ ഇന്ന് വിട്ടയക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു. ഇസ്രയേൽ ഈ വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നൊരു ആശങ്കയും നിലനിൽക്കുന്നു. കാരണം ഗസ പിടിച്ചെടുക്കും എന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഈ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള തിരിച്ചടി അമേരിക്ക നൽകാനുള്ള സാധ്യതയും കാണുന്നു. ഏതായാലും വളരെ നിർണായകമായ ഒരു ദിവസത്തിലൂടെയാണ് ഇന്ന് പശ്ചിമേഷ്യ കടന്നു പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.